ഉപവാസം ആരംഭിച്ച് അന്ന് തന്നെ രാത്രി അവർ കൂടിയാലോചന ആരംഭിച്ചു. 3 ദിവസം കൊണ്ട് ഈ കലാപമുണ്ടായ സ്ഥലങ്ങൾ മുഴുവൻ ശാന്തമായും തന്നെയല്ല, അവർ കലാപത്തിന് ഉപയോഗിച്ചിരുന്ന ഈ ആയുധങ്ങൾ മുഴുവൻ, അതറിയാമല്ലോ, സിനിമയിലൊക്കെ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ഈ ആയുധങ്ങൾ മുഴുവൻ ഗാന്ധിജിയുടെ മുമ്പിൽ അവർ സറണ്ടർ ചെയ്തു. ഗാന്ധിജി ഉപവസിക്കുന്നതിൻ്റെ കുറേ അകലെയായിട്ട് കൊണ്ടുവന്ന് ഈ ആയുധങ്ങൾ മുഴുവൻ കൂട്ടിയിട്ടു. അറ്റൻബറോയുടെ സിനിമയിൽ അത് കാണിക്കുന്നുണ്ട്. പ്രതിജ്ഞ അവർ ഇരുകൂട്ടരും ഒപ്പിട്ട പ്രതിജ്ഞ ഉണ്ടാക്കി, ഒരു സമാധാന പ്രതിജ്ഞ. അത് ഗാന്ധിജിയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഗാന്ധിജി, ഞാനത് ചുരുക്കി പറയുകയാണ്, ഉപവാസം അവസാനിപ്പിച്ചു. ഈ ഉപവാസം അവസാനിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമുണ്ടായ വിലയിരുത്തലുകളുണ്ട്. ഈ ഉപവാസത്തെ വിലയിരുത്തിയ ആളുകൾ, അതിനകത്ത് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയാം. ഒന്ന്, ഇതിനെപ്പറ്റി എഴുതിയത് ഇതൊരു എപ്പിക് ഫാസ്റ്റ് എന്നാണ്, ഒരു ഐതിഹാസികമായ മാനമുള്ള ഒരു ഉപവാസം എന്നുള്ള അർത്ഥത്തിൽ. എപ്പിക് ഫാസ്റ്റ് ഓഫ് കൽക്കട്ട, അതാണ് ഒരു ശീർഷകം തന്നെ, ഒരു പുസ്തകം തന്നെ അങ്ങനെയുണ്ട് ഈ കൽക്കട്ട ഉപവാസത്തെ പറ്റി. ദി